പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചാണ് അഭിഷേക് സ്വപ്നതുല്യമായ നേട്ടങ്ങൾ എത്തിപ്പിടിക്കുന്നത്. മാനന്തവാടി വരടിമൂല പണിയ ഉന്നതിയിലാണ് അഭിഷേകിന്റെ വീട്. പിതാവ് വിജയന് കൂലിപ്പണിയാണ്. അമ്മ അനു ഹരിതകർമ്മസേനയിൽ അംഗം. മാതൃസഹോദരിയുടെ മകളായ സവിതയാണ് അഭിഷേകിന്റെ ആദ്യ ഗുരു. യൂട്യൂബിൽ നോക്കി നൃത്തം പഠിച്ച സവിതയുടെ വ്യൂ അഭിഷേകാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാക്കിയത്. കഴിഞ്ഞ 3 വർഷമായി നൃത്താധ്യാപകനായ സാബു ത്രിസ്ലേരിയാണ് ഒരു പ്രതിഫലവും വാങ്ങാതെ അഭിഷേകിനെ പഠിപ്പിക്കുന്നത്. കലോത്സവങ്ങളിൽ പങ്കെടുക്കാനുള്ള ആഭരണങ്ങളും വസ്ത്രവുമെല്ലാം സാബു സൗജന്യമായി ഒരുക്കി കൊടുക്കുകയായിരുന്നു. ഇവന്റെ ഐറ്റമൊക്കെ പഠിപ്പിക്കണമെങ്കിൽ കുറേ പൈസ വേണം. പക്ഷെ മാഷ് അതൊക്കെ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മളെ ബാക്കിയല്ലാത്ത ചിലവും ഈ മേക്കപ്പിൻ്റെയും മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. തൊട്ടടുത്തുനിന്ന് എല്ലാ പരിപാടിയും കാണും. നമ്മളെ ഈ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരട്ടെ എന്ന് വിചാരിക്കുക. എല്ലാവരും ഇത് കാണണം. ഇനിയും ഒരുപാട് പിള്ളേർ വരട്ടെ മുമ്പിലോട്ട് നമ്മളെ ഈ സമൂഹത്തിൽ. വിജയനും അനുവും മകൻ ആദ്യമായി പങ്കെടുത്ത സംസ്ഥാന കലോത്സവം കാണാൻ തൃശൂരിൽ പോയിരുന്നു. ചിത്രകാരൻ കൂടിയായ അഭിഷേക് നന്നായി പാട്ടും പാടും. കലാരംഗത്തെ മികവിനൊപ്പം ഫുട്ബോളിലും അഭിഷേക് കഴിവ് തെളിയിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, വയനാട്. ഇങ്ങനെ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കലോത്സവങ്ങളിൽ മത്സരങ്ങളിലൊന്നും പങ്കെടുക്കാൻ സാധിക്കാത്ത ഒരുപാട് കുട്ടികൾ നമുക്ക് ചുറ്റുമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ മറികടന്ന അഭിഷേക് എന്നൊരു കുട്ടി മുന്നിലേക്ക് വന്നിരിക്കുന്നത്. മികച്ച നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. കൂടുതൽ വിശേഷങ്ങൾ പറയാൻ കമൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കമൽ, വയനാട്ടിലെ ഒരു ഉന്നതിയിൽ നിന്ന് അഭിഷേകിനെ പോലൊരു കുട്ടി എല്ലാ സാഹചര്യങ്ങളും തരണം ചെയ്ത് ഇങ്ങനെ മികച്ച നേട്ടം സ്വന്തമാക്കുമ്പോൾ അത് ഒരുപാട് കുട്ടികൾക്കൊരു പ്രചോദനമാണ് അല്ലേ? സന്ധ്യ, വയനാട്ടിലെ ഒരു പണിയ ഉന്നതിയിൽ നിന്നൊക്കെ സംസ്ഥാന കലോത്സവത്തിൽ മത്സരിക്കാൻ എത്തുക എന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം അത്രയും വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് അഭിഷേകിനെ പോലെയുള്ള ആളുകളൊക്കെ കഴിയുന്നത്. ഇതിന് പിന്നിൽ ഒരുപാട് ത്യാഗത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ഒക്കെ കഥകളുണ്ട്. അഭിഷേകിൻ്റെ അമ്മ അനു ഹരിതകർമ്മസേനയിൽ അംഗമാണ്. പിതാവ് വിജയൻ കൂലിപ്പണിക്കാരനാണ്. അമ്മയുടെ സഹോദരിയുടെ മകളായ സവിതയാണ് ഈ നൃത്തത്തിൻ്റെ ബാലപാഠങ്ങൾ അഭിഷേകിന് പറഞ്ഞു കൊടുത്തത്. ഈ സവിത നേരത്തെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിരുന്നു. സവിതയുടെ നൃത്തം അഭിഷേക് തന്നെയാണ് അന്ന് സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്തത്. യൂട്യൂബ് നോക്കി നൃത്തം പഠിച്ച് നൃത്തം ചെയ്യുന്ന സവിതയുടെ ഡാൻസാണ് അന്ന് വൈറലായത്. എന്തായാലും അഭിഷേക് സവിതയുടെ ശിഷ്യത്വം സ്വീകരിച്ചു. അത് കഴിഞ്ഞ് അരങ്ങേറ്റം വരെ സവിത തന്നെയാണ് പഠിപ്പിച്ചത്. അതിനുശേഷം സാബു ത്രിസ്ലേരി എന്ന നൃത്താധ്യാപകൻ അഭിഷേകിനെ ഏറ്റെടുത്തു. സാബു ത്രിസ്ലേരിയാണ് സൗജന്യമായി 3 വർഷമായി അഭിഷേകിനെ നൃത്തം അഭ്യസിപ്പിക്കുന്നത്. അതോടൊപ്പം നമുക്കറിയാം, കലോത്സവങ്ങളിലെ നൃത്ത പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ വലിയ ചെലവുള്ള കാര്യമാണ്. അതിനാവശ്യമായ ആഭരണങ്ങളും അതുപോലെ വസ്ത്രവും ഒക്കെ സൗജന്യമായി സാബു തന്നെ സംഘടിപ്പിച്ച് നൽകുകയായിരുന്നു. മറ്റ് ചെലവുകളൊക്കെ ഈ അച്ഛനും അമ്മയും കഠിനാധ്വാനം ചെയ്താണ് മറ്റ് ചെലവുകളൊക്കെ അതിനൊക്കെയുള്ള പണം കണ്ടെത്തുന്നത്. എന്തായാലും നാടോടി നൃത്തത്തിലും കേരള നടനത്തിലും എ ഗ്രേഡ് നേടി ഈ ഉന്നതിയുടെയും ഒരുപാട് സന്തോഷം അഭിഷേകിന്റെ ഈ നേട്ടത്തെ കുറിച്ച് അറിയുമ്പോൾ. അതോടൊപ്പം ആ അധ്യാപകന്റെ പിന്തുണ എടുത്തു പറയേണ്ടതാണ് കേട്ടോ. ഇത്രയും പിന്തുണ നൽകുന്ന അധ്യാപകരെ കിട്ടുക എന്ന് പറയുന്നതും ഒരു ഭാഗ്യമാണ്. നമുക്കറിയാം, ഇതുപോലുള്ള നൃത്തങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് പങ്കെടുക്കുമ്പോൾ എത്രത്തോളം ചെലവേറിയതാണെന്നുള്ളത്. വസ്ത്രങ്ങൾക്കായാലും അതോടൊപ്പം തന്നെ പഠിപ്പിക്കുന്നതിനും ഒക്കെ വലിയ ചെലവ് ഉള്ള ഒരു കാര്യമാണ്. അതൊക്കെ സൗജന്യമായി ചെയ്തു കൊടുത്ത അധ്യാപകന്റെ പിന്തുണ എടുത്തു പറയേണ്ട ഒന്നാണ്. എന്തായാലും അഭിഷേകിന് ഇനി ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കട്ടെ, ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. ശരി.